വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ട് കുറച്ച് നാളായി. അപ്പോൾ ഇന്ന് ഒരു ട്രാവൽ വ്ളോഗ് എന്നൊക്കെ പറയാം. ഞങ്ങൾ നാട്ടിലോട്ടേക്കൊന്ന് പോവാണ്, കുറച്ച് ചെറിയൊരു ഷോർട്ട് ട്രിപ്പ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണ്. രാവിലെ തന്നെ ഇറങ്ങുകയാണ്. അപ്പോൾ നല്ല തണുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -5 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ബുദ്ധിമുട്ട് മുഖത്ത് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നല്ല തണുപ്പുണ്ട്. സൂര്യൻ ഇങ്ങനെ വന്നും പോയൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും തണുപ്പില്ല, പക്ഷെ നല്ല തണുപ്പുണ്ട്. അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ടോ വീട്ടിൽ നിന്ന്. ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. മക്കളെല്ലാവരും ഇവിടെ തന്നെയാണ്. അവർക്കൊക്കെ എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസിയാണ്. അപ്പം ഞാനും ഹസ്ബൻഡും കൂടി അങ്ങനെ നാട്ടിൽ പോയി ഒന്ന് വരാമെന്ന് വിചാരിച്ച്. അപ്പം ഖത്തർ വഴിയാണ് പോകുന്നത്. അപ്പോൾ ഖത്തറിൽ എൻ്റെ സിസ്റ്ററിലും ബ്രദറിലും ഒക്കെ അവിടെ ഒക്കെ ഉണ്ട്. അപ്പോൾ അവരെയും കണ്ട് അങ്ങനെ പോകാമെന്നില്ല, ട്രാൻസിറ്റ് വഴിയാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ നമ്മൾ എവിടെയാണ്, ഹീത്രോ എയർപോർട്ടിലെത്തി. അപ്പം അവിടെ നമ്മൾ കാറ് പാർക്ക് ചെയ്ത് അവിടുന്ന് ബസ് പിടിച്ച് എന്നിട്ടാണ് ഹീത്രോയിലെത്തിയത്. കുറച്ച് ബുദ്ധിമുട്ടാണ്, കാറ് എവിടെയോ പാർക്ക് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇതാ എൻ്റെ മുഖത്ത് നല്ല സന്തോഷമുണ്ട്. അത് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, നല്ല സന്തോഷമുണ്ട്. ഈ ഒരു ട്രിപ്പിന് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ സെക്കൻഡ് ഹണിമൂൺ യാത്ര എന്നൊക്കെ പറയാം നാട്ടിലോട്ടേക്ക്. എന്താ അല്ലേ, അങ്ങനെ ഒരു തമ്മനയിൽ കൊടുക്കല്ലേ. അപ്പോൾ പൊതുവേ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ എപ്പോൾ എയർപോർട്ടിൽ പോകുമ്പോൾ ഞാൻ ബിസി ആയിരിക്കും. മക്കൾ ചെറുതാവുമ്പോഴൊക്കെ എപ്പോഴും എല്ലാവരും ഏകദേശം ഒരേ പ്രായക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എയർപോർട്ടിലെത്തിയെങ്കിൽ സമയം പോകുന്ന അറിയില്ല. അവരുടെ കാര്യം നോക്കി അവർക്ക് ഫുഡ് കൊടുത്ത് അവരെ ബാത്റൂമിൽ കൊണ്ടുപോയി അങ്ങനെ ഫുൾ ബിസിയാണ്. ഇപ്പം അങ്ങനെയല്ല, ഞാൻ എൻ്റെ കാര്യം മാത്രം നോക്കി ഇങ്ങനെ കുറേ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നോക്കി നടക്കുകയാണ്. അവരെന്തായാലും അവർക്ക് കുട്ടികൾക്കൊക്കെ എക്സാമും കാര്യമായിട്ട് അവരുടേതായ രീതിയിൽ ബിസിയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് ദിവസം നാട്ടിൽ പോയിട്ട് അടിച്ച് പൊളിച്ച് വരാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ നേരെ ലോഞ്ചിലേക്ക് പോവാണ്. ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി കുറച്ച് നേരം ലോഞ്ചിൽ വിശ്രമിച്ചിട്ട് ബാക്കി കാര്യം കാണാം. അങ്ങനെ ലോഞ്ചിലെത്തിയപ്പം കുറേ ഫുഡും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അതൊക്കെ ഒന്ന് ഫോട്ടോ എടുത്ത് ബാഗൊക്കെ ഒരു സൈഡിലാക്കി, എന്നിട്ട് വേണം തീരുമാനിക്കാൻ എന്തൊക്കെ കഴിക്കണമെന്ന്. അപ്പോൾ കുറേ സാലഡും അതും ഇതുമൊക്കെ ഉണ്ട്. അതൊന്നും എനിക്ക് വേണ്ട, എനിക്ക് പറ്റൂല പച്ചക്കറി. അതുകൊണ്ട് വല്ല ചിക്കനോ മീനോ കിട്ടുമെന്ന് നോക്കട്ടെ. എന്തായാലും ഭയങ്കര ഓപ്ഷൻസ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇത് റൈസ്, പിന്നെ ചിക്കൻ എന്തോ സംഭവം, പിന്നെ പാസ്റ്റ, പിന്നെ ഒരു മിൻസ്ഡ് എന്തോ സംഭവമുണ്ട്. അങ്ങനെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ഉരുളക്കിഴങ്ങ് ഇങ്ങനെ നല്ല ഇതാക്കിയിട്ട് പാസ്റ്റിലേക്ക് ഇട്ടിട്ട് അത് നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഫിഷ് ഇതില്ലേ, എന്താ പറയുക, അതിന് മറന്നുപോയി. എന്തായാലും നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തതാ. ഫുഡ് റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് റൈസും പിന്നെ ഒരു രാജ്മ അതില്ല, ബീൻസ് വെച്ചിട്ട് അതിൻ്റെ ഒരു കറിയും, പിന്നെ അങ്ങനെ അതെടുത്ത്, പിന്നെ എഗ്ഗും, പിന്നെ ഒരു അവോക്കാഡോ സ്പ്രെഡും അതെല്ലാം കൂടി മിക്സ് ചെയ്ത്. കുഴപ്പമില്ല, വിശപ്പുണ്ടായതുകൊണ്ട് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. നമ്മൾ വെജിറ്റേറിയൻ ഫുഡ് ആ ഒരു ഇത് ബീൻസിൻ്റെ ഒക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഫ്ലൈറ്റിൻ്റെ സമയമായി. അപ്പോഴത്തേക്ക് നമ്മൾ ഗേറ്റിൻ്റെ അടുത്ത് പോയി. ഗേറ്റിൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങനെ ഫ്ലൈറ്റിൽ കയറി. സത്യം പറയാലോ, എനിക്ക് ഈ ബ്രിട്ടീഷ് എയർവേസിൽ ഏറ്റവും ബുദ്ധിമുട്ടായി തോന്നിയ സീറ്റ് ചെറിയ സീറ്റാട്ടോ. അപ്പോൾ ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ ഖത്തർ എയർവേസൊക്കെ കുറച്ചും കൂടി നല്ല സ്പേഷ്യസ് ആണ്. അങ്ങനെ നമ്മൾ ഇതാ UK നാട്ടിലോട്ടേക്ക് പോവാണ്. ഇതില്ലേ ഇങ്ങനെ ഫ്ലൈറ്റ് ഇങ്ങനെ പോകുമ്പോൾ വലിയൊരു സന്തോഷമുണ്ടല്ലോ, ഒരു സന്തോഷം പ്ലസ് ഒരു ഇടങ്ങേറാണ്. എനിക്ക് എന്താ അറിയില്ല, ഫ്ലൈറ്റിൽ എപ്പം കയറുമ്പോഴും എനിക്ക് ഭയങ്കര പേടിയാണ്. എപ്പോൾ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഭയങ്കര പേടിയാണ്. എന്താണെന്നറിയില്ല, ഞാൻ അങ്ങനെയാണ്. അപ്പോൾ ഫ്ലൈറ്റിൻ്റെ മേലെയുള്ള വ്യൂ ആട്ടോ. ഓരോ സ്ഥലത്തും എത്തുമ്പോൾ ഇങ്ങനെ യൂറോപ്യൻ കൺട്രീസിലെ ഓരോ ഭാഗത്തിലെ ഓരോ ഈ മഞ്ഞിൻ്റെ കാഴ്ചകൾ കേട്ടോ കാണുന്നത്. സാധാരണ എപ്പോഴും ഞാൻ നൈറ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് എനിക്കിങ്ങനെ കാണാൻ പറ്റാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഫുൾ വിൻഡോ സീറ്റിലിരുന്ന് എല്ലാ വ്യൂസും എൻജോയ് ചെയ്യാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗി. ഇത് ഇംഗ്ലീഷ് ചാനൽ കിടക്കുകയാണെന്ന് തോന്നുന്നുണ്ട്, എനിക്കറിയൂല. അപ്പോൾ അവിടുത്തെ ആ വ്യൂ ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ലൊരു വ്യൂ ആയിരുന്നു. സണ്ണിലിങ്ങനെ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ഫോണ് താഴെ വെക്കാൻ പറ്റില്ല. ഞാൻ ഈ പുറത്തിങ്ങനെ നോക്കിയിരിക്കുന്നു, ആദ്യമായിട്ട് കാണുന്ന പോലെ. അപ്പം ഉണ്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ ബീഫ് ഓർ ചിക്കൻ വേണമെന്ന് പറഞ്ഞിട്ട് എയർ ഹോസ്റ്റസ് ഇങ്ങനെ പോകുന്നു. നല്ലൊരു മണമായിരുന്നു കേട്ടോ. എന്താണെന്നുള്ള ആകാംക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ ചിക്കനൊക്കെ ഞാൻ പറഞ്ഞു.
അപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത് മീൻസ് ഞാൻ ചിക്കനാണ്, അതൊരു മന്തി കേട്ടോ, ചിക്കൻ മന്തിയാണ്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഒരു നമ്മളിതില്ലേ എന്താ അതിന് പറയുക, എന്തോ ഒരു ബ്രിഞ്ചോൾ കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ബ്രിട്ടീഷ് ഒരു ഡെസേർട്ടാണ്, മറ്റേ ആപ്പിൾ പൈ പോലത്തെ അതെനിക്ക് ഇഷ്ടമായിട്ടില്ല കേട്ടോ. പിന്നെ അതാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നതാണ് ആ ബ്രിഞ്ചോളിൻ്റെ സംഭവം. ലാസ്റ്റാണ് ഹസ്ബൻഡ് പറഞ്ഞ് അതും കൂടി കൂട്ടി കഴിക്കണം, നല്ല ടേസ്റ്റ് കേട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ലാസ്റ്റായിപ്പോയി. പക്ഷെ അത് കൂട്ടി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഭയങ്കര സന്തോഷമായി. അങ്ങനെ എന്താ വീണ്ടും ഞാൻ എൻ്റെ ഫോണെടുത്ത് പുറത്തേക്ക് നോക്കി ഇങ്ങനെ ഇരുന്ന് പല 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 ഭയങ്കര കാഴ്ചകൾ ഇടയ്ക്ക് ഇങ്ങനെ ടർബുലൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ച് നേരം പേടിക്കും. പിന്നെ ഷെഡർ ചീസ് ഉണ്ട് കേട്ടോ, അത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ തിന്നാൻ. അതിന് ശേഷം കുറച്ച് നേരം ഉറങ്ങാനൊക്കെ വിചാരിച്ച ശേഷം ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പോഴത്തേക്ക് സാൻഡ്വിച്ച് കൊണ്ടുവരുന്നത്, കാരണം ഉറങ്ങിപ്പോയാൽ സാൻഡ്വിച്ച് കിട്ടൂലേ എന്നൊക്കെ ഒരു ഇതിൽ. പക്ഷേ കഴിച്ചപ്പോൾ എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല, തീരെ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ ഖത്തറിൽ ട്രാൻസിറ്റാണ്, ഒരു ദിവസം ഇല്ല. അപ്പോൾ നമ്മളവിടെ നാത്തൂൻ്റെ അടുത്ത് നിന്ന് കുറച്ച് എൻജോയ് ചെയ്യാൻ വിചാരിച്ച്. അപ്പോൾ ഇറങ്ങുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമുണ്ട്, പക്ഷെ പേടിയാണ്, എനിക്കറിയില്ല എന്താ അറിയില്ല. അങ്ങനെ അപ്പോൾ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞ് അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സും എല്ലാവരെയും വിളിക്കാനൊന്നും പറ്റിയില്ല. അവിടെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് കുറേ പണികളും കാര്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ കുറേ പേര് സ്റ്റോറിയൊക്കെ കണ്ടിട്ട്, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയൊക്കെ ഇട്ടപ്പോൾ എത്തിയോന്ന്, അപ്പോൾ ചിലരൊക്കെ കാണാൻ പറ്റി. അപ്പോൾ അങ്ങനെ എന്തായാലും നമ്മളെ ഖത്തറിൽ ലാൻഡ് ചെയ്തു. അപ്പം ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല, കുഴപ്പമില്ലാണ്ട് നമ്മളെത്തി. നമ്മൾ ലഗേജ് ഓൾറെഡി ഇവിടെ തന്നെ ഉണ്ടാവും, എയർപോർട്ടിൽ തന്നെയാണ്. കാരണം പിറ്റേ ദിവസം നമ്മൾ നാട്ടിലോട്ട് പോവല്ലേ, അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഭയങ്കര സുഖമായിരുന്നു. വേഗം നമ്മൾ രണ്ടുപേരും മാത്രമല്ല, വേറെ ആരും നോക്കാനൊന്നുമില്ല, അങ്ങ് ഇറങ്ങി പോവാലോ. അപ്പോൾ ഇതാ ഖത്തറിൻ്റെ ഭംഗി ഞാൻ വീണ്ടും ആസ്വദിക്കുകയാണ്, ആദ്യമായിട്ട് കാണുന്ന പോലെ. എന്തായാലും പിന്നെന്താണ്, ആ ഒരു ഡോളില്ലേ, ആ ഡോള് കാണുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷമാണ്. അപ്പോൾ ഞാൻ ഈ വ്ളോഗ് ചെയ്യുന്നത് എൻ്റെ മോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എപ്പോഴും പോയി കഴിഞ്ഞാൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ വിശേഷിക്കലും വ്ളോഗ് ചെയ്യണമെന്ന്. ഞാൻ ഭയങ്കര സ്മാർട്ടായതുകൊണ്ട് എനിക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇത് റുഹാൻ കേട്ടോ, നാത്തൂൻ്റെ മോന്. അപ്പോൾ മൂപ്പര് ഭയങ്കര എക്സൈറ്റഡ് ആണ്, എന്നെ കണ്ട് ഓടി വന്ന് ഞാനിങ്ങനെ ഒരു ഹഗ്ഗൊക്കെ കൊടുത്ത് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ എല്ലാവരും കാണുമ്പോണ്ടല്ലോ ഒരു വല്ലാത്ത സന്തോഷമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കാർ പാർക്കിങ്ങിൻ്റെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ കാറിലേക്ക് ലഗേജൊക്കെ നിറച്ച്, ലഗേജ് അത്രമാത്രമല്ല എന്നാലും നമ്മൾ ഒരു ദിവസത്തെ ലഗേജും കാര്യങ്ങളൊക്കെ നിറച്ച്. ഫ്ലൈറ്റിലെ ഫുഡ് കുഴപ്പമില്ല, ഓക്കെ ആണ്. അപ്പോൾ അവള് ചോദിച്ച് എന്തെങ്കിലും വേണോ എന്ന് ഇങ്ങനെ ചോദിക്കലും, ഞാൻ പറഞ്ഞു ചായ കുടിച്ചാലോ എന്ന് പറഞ്ഞ്. അങ്ങനെ പിന്നെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകാനുള്ളൊരു തിരക്കിലാണ്. അങ്ങനെ നമ്മൾ പോയി നമ്മൾ അഡാർ തട്ടുകടയിലെത്തി. അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് നല്ല ഞണ്ട് കഴിക്കാൻ ഭയങ്കര കൊതി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഞണ്ട് കഴിക്കാനും വേണ്ടിയിട്ട്, ഞണ്ട് മാത്രമല്ല എന്തൊക്കെയോ നമ്മൾ ഓർഡർ ചെയ്ത്, അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം. പിന്നെ ഞാൻ യു കെയിൽ ഉണ്ടാകുമ്പോൾ ഏറ്റവും മിസ് ചെയ്യുന്നൊരു സംഭവമാണ് ഈ ചായ കുടിക്കാൻ പോലെ. ചായ കുടിക്കാം എന്നാൽ നമുക്ക് ചായ കുടിച്ചാലോ അങ്ങനെ പറയുന്ന ഒരു സംഭവമില്ലേ. എൻ്റെ അമ്മ എന്ത് രസമുള്ള കാര്യം അറിയോ. തലയിൽ കൂടി അങ്ങനെ ഒരു ചായ കൂടി വാങ്ങിക്കാം അല്ലേ, 2 ചായ വാങ്ങിക്കാം, ഇത്രയല്ലുള്ളൂ. ഇതൊരു നല്ല സ്റ്റാർട്ടർ കേട്ടോ, ഒരു ചിക്കൻ കുഞ്ഞായിട്ട് പൊരിച്ചിട്ട് അങ്ങനെ വെറുതെ കഴിക്കുക, ചിക്കൻ പോപ്കോൺ ഒക്കെ പോലെ. അപ്പോൾ അതിന് ശേഷം നമ്മളെ മെയിൻ താരമായ ഞണ്ടെത്തി മക്കളെ, ഞണ്ടെത്തി. പിന്നെ ബീഫ് കേട്ടോ, പിന്നെ കുറച്ച് വീറ്റ് ദോശ അങ്ങനെ അതൊക്കെ തന്നെ അല്ലേ ഓർഡർ ചെയ്തുള്ളൂ. ഇതെല്ലാം കണ്ടപ്പോൾ നമ്മൾ ഭയങ്കര മനസ്സ് നിറഞ്ഞു. കാരണം കുറേ ദിവസങ്ങളായിട്ട് ഞാൻ തന്നെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് എൻ്റെ ഫുഡ് ഞാൻ ഉണ്ടാക്കിയിട്ട് മതിയായി. അപ്പോൾ വേറെ ആരെങ്കിലും അല്ലെങ്കിൽ ഹോട്ടലിൽ പോയി കഴിക്കുമ്പോൾ വലിയൊരു സന്തോഷം, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. അങ്ങനെ ഞാൻ കഴിക്കട്ടെ കേട്ടോ. ഇങ്ങനെ പൊടിച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ വിചാരിച്ച പോലെ തന്നെ കേട്ടോ,
നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നിങ്ങൾ കേട്ടോ ഫുഡ് വരുന്നുണ്ട് എന്ന്. ഓ, അതൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ പുട്ട് ഓർഡർ ചെയ്തിരുന്നു കേട്ടോ. അങ്ങനെ പുട്ടുന്ന ഒരു കഷ്ണം എടുത്ത് കുറച്ച് ഞണ്ടില മസാലയും ബീഫിലെ കുറച്ച് മസാലയെല്ലാം കൂടി കൂട്ടി അങ്ങോട്ട് കുഴച്ചടിച്ച് മനസ്സമാധാനമായി. അങ്ങനെ നമ്മൾ ഞണ്ടൊക്കെ തിന്ന് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. അടിപൊളി ഞണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ ഞണ്ട് തീറ്റയും ചായ കുടിയും എല്ലാം കഴിഞ്ഞതാ അവളുടെ വീട്ടിലെത്തി. അപ്പോൾ മോന് ഭയങ്കര ബാഗൊക്കെ എടുത്ത് അവൻ്റെ റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാനുള്ള ആ ഒരു ഇൻട്രസ്റ്റിൽ ഇതാ എത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. അപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. അപ്പോൾ ഇനി ഇല്ല വീഡിയോ ഇങ്ങനെ എല്ലാം കൂടി മിക്സ് ആയിട്ടായിരിക്കും വരിക കുറച്ച്. കാരണം ഞാനിങ്ങനെ ചില സമയത്തെ ഭക്ഷണം കാണുമ്പോൾ വീഡിയോ എടുക്കാൻ മറന്നു, എന്നിട്ട് പിന്നെ അറിയാതെ എടുക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വേർട്ടിക്കലും ഹൊറിസോണ്ടലും ഒക്കെ ആയിട്ട് വരുന്നത്. ക്ഷമിക്കണം. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വരാം. ബൈ.